ടു സൈലം SSC-RRB. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗ്രൂപ്പ് ഡി എക്സാംസിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇതുവരെയുള്ള ഷിഫ്റ്റുകളിൽ ചോദിച്ചിട്ടുള്ള ഗ്രൂപ്പ് ഡിയിലെ ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുകയും ആ ഭാഗത്ത് നിന്നും അതേപോലെയുള്ള സിമിലർ ആയിട്ടുള്ള CA ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്നുമാണ് ഗ്രൂപ്പ് ഡിയിലെ ജനറൽ അവയർനെസ് സെഷനിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് CA എന്ന് പറയുന്നത്. സോ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെ ഗ്രൂപ്പ് ഡി എക്സാമുള്ള എല്ലാവരുടെ കാണാനായിട്ട് പറയാം. സോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഗ്രൂപ്പ് ഡി എക്സാം എഴുതുന്ന ആസ്പിറൻസിന് വേണ്ടി ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ആക്ച്വലി ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് 2025 CA എന്ന് പറഞ്ഞിട്ടൊരു മാരത്തോൺ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വീക്കിലി CAന്റെ പ്ലേലിസ്റ്റ് നമ്മളെ ഗ്രൂപ്പിൽ കിടപ്പുണ്ട്, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇതൊക്കെ കണ്ടു നോക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നതാണ്. കൂടാതെ നമ്മുടെ SSC GD ബാച്ച് നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ബാച്ചാണ്. 2,999 ആണ് ബാച്ച് ഫീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും 2024 മുതലുള്ള എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് വിത്ത് അനു എന്ന് പറയുന്ന എന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. കൂടാതെ 2025 MCQs, പോൾസ്, ക്വിസുകള്, അതുകൂടാതെ തന്നെ ന്യൂസ് നഗറ്റ്സ്, ഡെയിലി ഡോസുകൾ, അതുകൂടാതെ തന്നെ യൂട്യൂബിന്റെ PDF എല്ലാം ഈ ഒരു ബാച്ചിൽ ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് വിത്ത് അനു എന്ന് പറയുന്ന എന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷനിൽ ഈ ഒരു ഗ്രൂപ്പിന് നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ജോയിൻ ചെയ്യുക കേട്ടോ. സോ നമ്മുടെ ഫസ്റ്റ് ന്യൂസ് 12th ജാനുവരി നാഷണൽ യൂത്ത് ഡേ. അപ്പൊ സ്വാമി വിവേകാനന്ദയുടെ ബർത്ത് ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നാഷണൽ യൂത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഭാഗമായി നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ ഭാരത് മണ്ഡപം ന്യൂഡൽഹിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ്, യൂത്ത് അഫയേഴ്സ് നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുള്ള യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്, ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുള്ള മൻസുഖ് മാണ്ഡവ്യാണ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി 24 ജനുവരിയാണ് നാഷണൽ ഗേൾ ചൈൽഡ് ഡേ എന്ന് പറയുന്നത്. നാഷണൽ ഗേൾ ചൈൽഡ് ഡേ 24 ജനുവരിയാണ് ഒബ്സർവ് ചെയ്യുന്നത്. എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ എന്നുള്ളതാണ് ഇതിന്റെ തീം. എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ. അപ്പൊ ഗ്രൂപ്പ് ഡി എക്സാമിന് കുറെ അധികം ഷിഫ്റ്റുകളിൽ ഡേയ്സ് ആൻഡ് തീംസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡേയ്സ് ആൻഡ് തീംസ് ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. 25th ജാനുവരി നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. Nothing like voting, I vote for sure. Nothing like voting, I vote for sure ആണ് തീം. 25th ജാനുവരി ആണ് നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് പറയുന്നത്. ഇനി 30th ജാനുവരി വേൾഡ് ലെപ്രസി ഡേ ഇൻ ഇന്ത്യ ആണ്. ഇപ്പൊ വേൾഡ് ലെപ്രസി ഡേ വരുന്നത് 30th ജാനുവരി ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. യുണൈറ്റ്, ആക്ട് ആൻഡ് എലിമിനേറ്റ്. യുണൈറ്റ്, ആക്ട് ആൻഡ് എലിമിനേറ്റ്. യുണൈറ്റ്, ആക്ട് ആൻഡ് എലിമിനേറ്റ് ആണ് വേൾഡ് ലെപ്രസി ഡേന്റെ തീം 30th ജാനുവരി. വേൾഡ് വെറ്റ്ലൻഡ് ഡേ വരുന്നത് 2nd ഫെബ്രുവരി ആണ്. വേൾഡ് വെറ്റ്ലൻഡ് ഡേ വരുന്നത്. പ്രൊട്ടക്ടിങ് വെറ്റ്ലൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. പ്രൊട്ടക്ടിങ് വെറ്റ്ലൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ളതാണ് തീം വരുന്നത്. സോ ഏറ്റവും കൂടുതൽ വെറ്റ്ലാൻഡ്സ് എവിടെയാണുള്ളത്? ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ അല്ലെങ്കിൽ വെറ്റ്ലാൻഡ്സ് ഉള്ളത് തമിഴ്നാട്ടിലാണ് അല്ലെ? തമിഴ്നാട്ടിലാണ് വരുന്നത്. സോ നെക്സ്റ്റ്, ഇപ്പൊ ബീഹാറിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് വെറ്റ്ലാൻഡ്സുകൾ ആഡ് ചെയ്തിട്ടുള്ളത് ഗോഗാബീൽ വെറ്റ്ലാൻഡ്. ഗോഗാബീൽ എവിടെയാണ്? ബീഹാറിലെ വെറ്റ്ലാൻഡ് ആണ് ഗോഗാബീൽ. ഓക്കെ. അതുകൂടാതെ തന്നെ ഉദയ്പൂർ ജിയിൽ എവിടെ ആഡ് ചെയ്തിട്ടുള്ളതാണ്? ബീഹാറിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഗോകുൽ ജലാശയ് റീസെന്റ് ആയിട്ട് ബീഹാറിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ? ഗോകുൽ ജലാശയ് ഉദയ്പൂർ ജിയിൽ. ഇതിന്റെ അഡീഷനോട് കൂടി ടോട്ടൽ 6 റാംസർ സൈറ്റുകളാണ് ഇപ്പൊ ബീഹാറിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, വേൾഡ് ക്യാൻസർ ഡേ എപ്പോഴാണ്? 4th Feb ആണ് വേൾഡ് ക്യാൻസർ ഡേ വരുന്നത്. യുണൈറ്റ് ബൈ യുണീക്ക് എന്നുള്ളതാണ് തീം. യുണൈറ്റ് ബൈ യുണീക്ക്. നെക്സ്റ്റ്, 3rd മാർച്ച് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണ്. വേൾഡ് വൈൽഡ് ലൈഫ് ഡേ. വൈൽഡ് ലൈഫ് കൺസർവേഷൻ, ഫിനാൻസ്, ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്.
വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ്, ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതാണ് തീം വരുന്നത്. 8th മാർച്ച് ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ്. ഫോർ ഓൾ വുമൻസ് ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാലിറ്റി എംപവർമെന്റ് എന്നുള്ളതാണ് തീം വരുന്നത്. 24th മാർച്ച് ആണ് വേൾഡ് ട്യൂബർകുലോസിസ് ഡേ വരുന്നത്. യെസ് വി ക്യാൻ എൻഡ് TB, യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ് ആൻഡ് ഡെലിവർ എന്നുള്ളതാണ് തീം. 12th മെയ് ആണ് ഇന്റർനാഷണൽ നഴ്സസ് ഡേ വരുന്നത്. അവർ നേഴ്സ് അവർ ഫ്യൂച്ചർ എന്നുള്ളതാണ് തീം. അവർ നേഴ്സ് അവർ ഫ്യൂച്ചർ എന്നുള്ളതാണ് തീം വരുന്നത്. 20th മെയ് ആണ് വേൾഡ് ബി ഡേ വരുന്നത്. 20th മെയ്. സോ ബി ഇൻസ്പയർഡ് ബൈ നേച്ചർ ടു നറിഷ് അസ് ഓൾ, ബി ഇൻസ്പയർഡ് ബൈ നേച്ചർ ടു നറിഷ് അസ് ഓൾ എന്നുള്ളതാണ് തീം. നെക്സ്റ്റ് ജൂൺ 5 വേൾഡ് എൻവിറോൺമെന്റ് ഡേ, ലോക പരിസ്ഥിതി ദിനം. പുട്ടിംഗ് ആൻ എൻഡ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ് തീം. പുട്ടിംഗ് ആൻ എൻഡ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. പാരാ അത്ലറ്റ് ജീവനി ദീപ്തിക്ക് ഗവർണർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. പാരാ അത്ലറ്റ് ആൻഡ് അർജുന അവാർഡി ജീവനി ദീപ്തി എൻവിറോൺമെന്റൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ദുഷ്രള സത്യനാരായണ, അരിക്ക പുതി രഘു ഇൻ ദ ഫീൽഡ് ഓഫ് ദിവ്യാഞ്ജൻ വെൽഫെയർ, PB കൃഷ്ണഭാരതി, M പാണ്ഡുരംഗറാവു, ഇവർക്കെല്ലാം ഇൻ ദ ഫീൽഡ് ഓഫ് കൾച്ചർ, ഇവർക്ക് ഗവർണറുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇൻ ദ ഫീൽഡ് ഓഫ് എക്സലൻസ് ഇൻ ദി ഇയർ. ഈ വർഷത്തെ മികവിനുള്ള അവാർഡ്, ഗവർണറിന്റെ മികവിനുള്ള അവാർഡ് ലഭിച്ചത് ഇത്രയും പേർക്കാണ്. സോ ഈ അവാർഡ് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജിഷ്ണുദേവ് വർമ്മയാണ് 76ാമത്തെ റിപ്പബ്ലിക് ഡേന്റെ ഭാഗമായിട്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. സോ ഗവർണർ അവാർഡ് ഓഫ് എക്സലൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ, ദിവ്യാഞ്ജൻ പേഴ്സൺ അതായത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി വെൽഫെയർ, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, കൾച്ചർ, ഇതിലൊക്കെ മികവ് കാട്ടുന്ന ആൾക്കാർക്കാണ് ഗവർണറിന്റെ എക്സലൻസിനുള്ള അവാർഡ് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് PM Modi inaugurates Sonmarg Tunnel in Jammu and Kashmir. Sonmarg Tunnel ജമ്മു ആൻഡ് കാശ്മീരിൽ ഇനോഗ്രേറ്റ് ചെയ്ത ആരാണ്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. സോ സ്ട്രാറ്റജിക് സെറ്റ്മോർ ടണൽ ഇൻ സോൻമാർഗ് ഏരിയ ഇൻ ദി ഗന്ദേർബൽ ഡിസ്ട്രിക്ട് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. അപ്പൊ ഈ ഒരു ടണൽ ഇരിക്കുന്നത് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലെ ഗന്ദേർബൽ ഡിസ്ട്രിക്റ്റിലാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ജമ്മു ആൻഡ് കാശ്മീർ CM ആയിട്ടുള്ള ഒമർ അബ്ദുള്ളയും ലഫ്റ്റനന്റ് ജനറൽ മനോജ് സിൻഹ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് നിതിൻ ഗഡ്കരി, ഇവരെല്ലാം തന്നെ ഇവിടെ പ്രസന്റ് ആയിരുന്നു. ഈ ഒരു ടണലിന്റെ അതായത് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് ഫുൾ ഇയർ കണക്ടിവിറ്റി ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അല്ലെങ്കിൽ എന്തായിപ്പോ മഞ്ഞ് വീണ് റോഡ് അടഞ്ഞു പോയി പല റിസോർട്ടുകളിലേക്കുമുള്ള റോഡ് അടഞ്ഞു പോവാറുണ്ടായിരുന്നു, ട്രാൻസ്പോർട്ടേഷൻ നിൽക്കും. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് സോൻമാർഗ് ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ പേര് റീനെയിം ചെയ്ത് സോൻമാർഗ് ടണൽ എന്നാക്കിയിട്ടുള്ളതാണ് കേട്ടോ. സോ ഇത് നാഷണൽ ഹൈവേ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഇത് ഓവർസീ ചെയ്യുന്നത്, ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നോക്കുന്നത്. The name Setmore derives from set shaped, അതായത് സെറ്റ്മോർ എന്നുള്ള പേര് റീനെയിം ചെയ്ത് സോൻമാർഗ് എന്ന് മാറ്റിയതാണ്. ഈ സെറ്റ്മോർ എന്ന് പറയുന്നത് ഈ റോഡിന്റെ ഷേപ്പ് കൊണ്ടാണ്, ഇതിന് സെറ്റ് ഷേപ്പ് ആണ്, അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ഏകദേശം വിന്റർ സീസണിൽ ഭയങ്കരമായി മഞ്ഞ് വീഴുന്ന ഒരു പ്രദേശമാണിത്. സോ അതുകൊണ്ടാണ് ഈ ഒരു കണക്ടിവിറ്റി, ഇയർ ടു ഇയർ കണക്ടിവിറ്റി ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് റൗണ്ട് ഇയർ കണക്ടിവിറ്റി. നെക്സ്റ്റ്, PM Modi inaugurates Namo Bharat corridor in Delhi. So Namo Bharat, Delhi gets its first Namo Bharat connectivity. സോ പ്രൈം മിനിസ്റ്റർ മോദി ഏകദേശം 13 കിലോമീറ്റർ സ്ട്രെച്ചില് ഗസിയാബാദ് മീററ്റ് നമോ ഭാരത് കോറിഡോർ ബിറ്റ്വീൻ ഷഹിയാബാദ് ആൻഡ് ന്യൂ അശോക് നഗർ വർത്ത് 4600 കോടി. സോ പ്രൈം മിനിസ്റ്റർ മോദി ഡൽഹിയിൽ നമോ ഭാരത് കോറിഡോർ എന്ന് പറയുന്ന ഒരു കോറിഡോർ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഡൽഹി ഗസിയാബാദ് മീററ്റ് നമോ ഭാരത് കോറിഡോർ ഷാഹിബാദ് ആൻഡ് ന്യൂ അശോക് നഗർ, ഷാഹിബാദ് എന്ന് പറയുന്ന സ്ഥലത്തെയും ന്യൂ അശോക് നഗറിനെയും കണക്ട് ചെയ്യുന്ന കോറിഡോർ ആണ് ഡൽഹി ഗസിയാബാദ് മീററ്റ് നമോ ഭാരത് കോറിഡോർ എന്ന് പറയുന്നത്. അതായത്
ഡൽഹിയുടെയും ഹരിയാനയുടെയും നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഡൽഹി ആൻഡ് ഹരിയാനയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു കോറിഡോർ കണക്ട് ചെയ്യുന്നത്, ഒറ്റ സെക്കൻഡ്, ഈ ഒരു കോറിഡോർ കണക്ട് ചെയ്യുന്നത്. സോ ഇതിന് ഓൾറെഡി ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. നെക്സ്റ്റ്, UP to promote Mahakumbh 2025 at International Tourism Fair in Spain. So, ഉത്തർപ്രദേശിനെ ഒരു ഗ്ലോബൽ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ദ യോഗി ഗവൺമെന്റ് ഈസ് സെറ്റ് ടു ഷോക്കേസ് ദി സ്റ്റേറ്റ് ടൂറിസം ഓഫറിംഗ് അറ്റ് ഇന്റർനാഷണൽ ടൂറിസം ട്രേഡ് ഫെയർ ടു ബി ഹെൽഡ് മാഡ്രിഡ് ഇൻ സ്പെയിൻ ആൻഡ് അറ്റ് ബെർലിൻ ജർമ്മനി. അതായത് അപ്പൊ ഈ ഒരു ഇവന്റിന്റെ സമയത്ത് മഹാകുംഭമേള എന്ത് ചെയ്യുന്നുണ്ട്? പ്രയാഗ്രാജിൽ നടക്കുന്നുണ്ട്. സോ ഇന്റർനാഷണൽ ടൂറിസം ട്രേഡ് ഫെയർ മാഡ്രിഡ് സ്പെയിൻ ആൻഡ് ബെർലിൻ ജർമ്മനിയിൽ നടക്കുന്ന സമയത്ത് ഉത്തർപ്രദേശിനെ ഗ്ലോബൽ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കി പ്രൊമോട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ ടൂറിസം ട്രേഡ് ഫെയറിൽ ഉത്തർപ്രദേശ് ടൂറിസത്തിന്റെ ഓഫറിംഗ്, ഉത്തർപ്രദേശ് സ്റ്റേറ്റ് ടൂറിസം ഓഫറിംഗ്സ് ഇന്റർനാഷണൽ ടൂറിസം ഫെയർ മാഡ്രിഡ് സ്പെയിനിലും ബെർലിൻ ജർമ്മനിയിലും നടക്കുന്ന സമയത്ത് അവിടെ ഷോക്കേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പൊ യുപിനെ ഉത്തർപ്രദേശിനെ ഒരു ഇന്റർനാഷണൽ ടൂറിസം സെന്റർ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. സോ ഇന്റർനാഷണൽ ടൂറിസം ഫെയർ നടക്കുന്നത് എവിടെയാണ്? മാഡ്രിഡ് സ്പെയിൻ ആൻഡ് ബെർലിൻ ജർമ്മനിയിലാണ്. അവിടെ ഉത്തർപ്രദേശിന്റെ ടൂറിസം ഓപ്പണിങ്സ്, അവിടെ ടൂറിസം ഓഫറിങ്സ് ഷോക്കേസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും മഹാകുംഭമേള നടക്കുന്നുണ്ടായിരുന്നല്ലോ ഉത്തർപ്രദേശില്, അപ്പൊ അതിനെയാണ് ഇതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇപ്പോഴത്തെ UPSCന്റെ ചെയർമാൻ ആരാണ്? പ്രീതി സുധന് ശേഷം UPSC ചെയർമാൻ, ഇപ്പോഴത്തെ UPSC ചെയർമാൻ എന്ന് പറയുന്നത് അജയ് കുമാർ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക കേട്ടോ. നെക്സ്റ്റ്, കുംഭമേളയുമായി ബന്ധപ്പെട്ട് കുംഭമേളയുമായിട്ടുള്ള കാര്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നതിനായിട്ട് കുംഭവാണി ഉത്തർപ്രദേശ് ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഓൾ ഇന്ത്യ റേഡിയോ ചാനലാണ് കുംഭവാണി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കുംഭവാണി ചാനൽ ആൻഡ് കുംഭമംഗൾ ധ്വനി അറ്റ് പ്രയാഗ്രാജ്. സോ ചീഫ് മിനിസ്റ്റർ ഓഫ് ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ് ഓൾ ഇന്ത്യ സ്പെഷ്യൽ റേഡിയോ കുംഭവാണി ചാനൽ ഡെഡിക്കേറ്റഡ്, അതായത് മഹാകുംഭമേള 2025 റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കുംഭവാണി എന്ന് പറയുന്ന ഒരു റേഡിയോ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ തന്നെ ലൈവ് അപ്ഡേറ്റ്സ് ബ്രോഡ്കാസ്റ്റ് ബൈ കുംഭവാണി വിൽ ബി especially beneficial for those who are unable to attend Kumbh in Prayagraj. അതായത് പ്രയാഗ്രാജിലെ കുംഭമേള അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത എല്ലാവർക്കും കുംഭമേളയുമായി ബന്ധപ്പെട്ട ലൈവ് അപ്ഡേറ്റുകൾ കൊടുക്കുന്നതിനാണ് കുംഭവാണി ആൻഡ് കുംഭമംഗൾ കൊടുക്കുന്നത്. അപ്പൊ കുംഭമംഗൾ ധ്വനി, കുംഭവാണി ആൻഡ് കുംഭമംഗൾ ധ്വനി എന്ന് പറയുന്ന ചാനൽസ് ഉത്തർപ്രദേശ് CM യോഗി ആദിത്യനാഥ് കുംഭമേളയുമായി ബന്ധപ്പെട്ട ലൈവ് അപ്ഡേറ്റുകൾ കൊണ്ടുവരുന്നതിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള റേഡിയോ ചാനൽസ് ആയിരുന്നു കേട്ടോ, കുംഭവാണി ആൻഡ് കുംഭധ്വനി. ഇനി ഗൂഗിൾ ക്ലൗഡും ഉത്തർപ്രദേശും തമ്മിൽ കൊളാബറേറ്റ് ചെയ്യുവാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഒരു AI അഗ്രി നെറ്റ്വർക്ക് ഉത്തർപ്രദേശിലെ കർഷകർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ജെമിനി AI ആൻഡ് ബേക്കൺ ടെക്നോളജി, ജെമിനി AI ആൻഡ് ബേക്കൺ എന്ന് പറയുന്ന 2 ടെക്നോളജീസ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഉത്തർപ്രദേശ് ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ അഗ്രികൾച്ചർ എന്നാണ് ഇതിന്റെ പേര്. സോ അതായത് ഉത്തർപ്രദേശിലെ കർഷകർക്ക് എന്തൊക്കെ വിളകളാണ് കൃഷി ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാർക്കറ്റുമായി കണക്ട് ചെയ്യുക, ഏത് സമയത്ത് ഏത് വിളയാണ് കൃഷി ചെയ്യേണ്ടത്, അങ്ങനെയുള്ള അപ്ഡേറ്റുകൾ കൊടുക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പൊ മാർക്കറ്റ് പ്രൈസ് വേരി ചെയ്യുമ്പോൾ, കാലാവസ്ഥ മാറ്റം വരുമ്പോൾ എല്ലാം തന്നെ റിയൽ ടൈമായി കർഷകർക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. സോ അതിനു വേണ്ടിയിട്ടാണ് ഗൂഗിൾ ക്ലൗഡും ഉത്തർപ്രദേശും തമ്മിൽ കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാലോചിക്കട്ടെ, ഗൂഗിൾ ക്ലൗഡും ഉത്തർപ്രദേശ് ഗവൺമെന്റും തമ്മിലാണ് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ അഗ്രികൾച്ചർ. UP ഗവൺമെന്റും ഗൂഗിൾ ക്ലൗഡും കൂടിയും കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഉത്തർപ്രദേശ് ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ അഗ്രികൾച്ചർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടാണ് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്.
നെക്സ്റ്റ്, ആസാം ഗവൺമെന്റ് ലോഞ്ചസ് ഇനീഷ്യേറ്റീവ് ടു ഇവാലുവേറ്റ് പെർഫോമൻസ് ഓഫ് ഗവൺമെന്റ് സ്കൂൾ സ്റ്റുഡൻസ്. അപ്പൊ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളുടെ പഠന നിലവാരം ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് ആസാം ഗവൺമെന്റ് ഗുണോത്സവ് 2025 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ആസാമില് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന 14.11 ലക്ഷം കുട്ടികളുടെ എഡ്യൂക്കേഷണൽ ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് ഗുണോത്സവ് എന്ന് പറയുന്ന ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗുണോത്സവ് 2025 ആസാം ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 3 ഫേസ് ആയിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ലൈക്ക് ഫസ്റ്റ് ഫേസ് 11 ഡിസ്ട്രിക്റ്റുകളെയാണ്, പിന്നീട് 14 ഡിസ്ട്രിക്റ്റ് വേറെ ദിവസം, അങ്ങനെ ഇത് കവർ ചെയ്ത് പിന്നെ 10 ഡിസ്ട്രിക്റ്റ് അങ്ങനെ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഗുണോത്സവ് എന്ന് പറയുന്നത് ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ ലഭിക്കുന്നുണ്ടോ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് സ്റ്റേറ്റ് ലോഞ്ച് ചെയ്തതാ? ആസാം സ്റ്റേറ്റ് ലോഞ്ച് ചെയ്തതാണ്. നെക്സ്റ്റ്, ഓർഗാനിക് ഫിഷ് ക്ലസ്റ്റർ എവിടെയാണ്? സെൻട്രൽ ഗവൺമെന്റ് ഓർഗാനിക് ഫിഷ് ക്ലസ്റ്റർ ലോഞ്ച് ചെയ്യുന്നത് സിക്കിമിലാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായിട്ട് യൂണിയൻ മിനിസ്റ്റർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് ഏകദേശം യൂണിയൻ മിനിസ്റ്റർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് നമ്മുടെ ആദ്യത്തെ ഓർഗാനിക് ഫിഷ് ക്ലസ്റ്റർ സ്റ്റാർട്ട് ചെയ്തത് സിക്കിമിലാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. എവിടെയാണ്? സൊരംഗ് ഡിസ്ട്രിക്ട് ഓഫ് സിക്കിമിലെ organic fish cluster in Sorang district of Sikkim, being first kind in India. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ അണ്ടറിൽ വരുന്ന ആദ്യത്തെ ഓർഗാനിക് ഫിഷ് ക്ലസ്റ്റർ എവിടെയാണ് എന്ന് ചോദിച്ചാൽ സൊരംഗ് ഡിസ്ട്രിക്ട് സിക്കിമാണ് റൈറ്റ് ആൻസർ വരുന്നത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഓർഗാനിക് ഫിഷ് ക്ലസ്റ്റർ വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. സോ ഏകദേശം 50 അതായത് 50 പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ അണ്ടറിൽ 50 കോടിയോളം രൂപ വിലമതിക്കുന്ന 50 കീ പ്രോജക്റ്റുകളാണ് ആസാമിലൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആസ്മ സ്ക്രീനിങ്ങിന് വേണ്ടി സിപ്ല ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് സിപ്പ് എയർ ആപ്പ് എന്ന് പറയുന്നത്. അതായത് ആസ്മയുടെ ഫസ്റ്റ് ടൈം സ്ക്രീനിങ്ങിന് വേണ്ടി നമുക്ക് സിപ്പ് എയർ എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് നമുക്ക് ആസ്മ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ടൈം സ്ക്രീനിങ്ങിന് വേണ്ടി നമുക്ക് സിപ്പ് എയർ എന്ന് പറയുന്ന ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, സിപ്ല. നെക്സ്റ്റ്, അഞ്ചി റെയിൽവേസ് completes trial run on Jammu and Kashmir first cable stayed അഞ്ചിഗഡ് ബ്രിഡ്ജ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ആണ് അഞ്ചിഗഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിലെ റേസി ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു അഞ്ചിഗഡ് ബ്രിഡ്ജ് ഉള്ളത്. നെക്സ്റ്റ്, 10 years of ഉജ്ജ്വല സ്കീം. ഉജ്ജ്വല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഉജ്ജ്വല സ്കീം 2015 ഉജ്ജ്വല സ്കീം ലോഞ്ച് ചെയ്തത്. ഇറ്റ്സ് നോട്ട് ഉജ്ജ്വല, ഇറ്റ്സ് ഉജ്ജ്വല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നത് ജ്യോതി ബൈ അഫോർഡബിൾ LEDs ആണ് ഉജ്ജ്വല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനർജി എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യുക, അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഫിലമെന്റ് ബൾബുകളില്ലേ, പണ്ട് ആദ്യം മഞ്ഞ ലൈറ്റ് വരുന്ന ബൾബുകളായിരുന്നു അല്ലെ. ഈ മഞ്ഞ ലൈറ്റ് ഉള്ള ബൾബുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫിലമെന്റ് ചൂടാവുന്ന സമയത്ത് ലൈറ്റിന് പകരം ഹീറ്റ് പുറത്തു വരും. അങ്ങനെ ഹീറ്റ് പുറത്തു വരുമ്പോൾ അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും അല്ലെ. നമ്മുടെ കുറെ എനർജി ഹീറ്റ് ആയിട്ട് നഷ്ടപ്പെടും. അതൊട്ടും എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. അങ്ങനെ ലൈറ്റിന് പകരം ഹീറ്റ് പുറത്തു വിടുന്നത് തടയാനും എനർജി എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാനും എല്ലാവരും LED ബൾബുകൾ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള സ്കീമാണ് ഈ ഉജ്ജ്വല സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ എനർജി സേവിംഗ് ആയിട്ടുള്ള LEDസും CFL ബൾബുകളും യൂസ് ചെയ്യുന്നതിന് വേണ്ടി ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാനാണ് ഉജ്ജ്വല സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഉജ്ജ്വല ഓക്കെ, ഏകദേശം 85 lakh kWh ഓഫ് ഇലക്ട്രിസിറ്റി, ഏകദേശം 15,000 ടൺ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡക്ഷൻ കുറയ്ക്കുക, ഇതൊക്കെ ഇതിന്റെ ലക്ഷ്യമായിരുന്നു. പിന്നെ LED ബൾബ് യൂസ് ചെയ്യാം. നെക്സ്റ്റ്,
ബേട്ടി ബച്ചാവോ സ്കീമിന്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീമിന്റെ 10th ആനിവേഴ്സറി ആയിരുന്നു. ഉജ്ജ്വലേന്റി 10th ആയിരുന്നു. സോ എന്താണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഫീമെയിൽ ഫീറ്റിസൈഡ്, പെൺ ഭ്രൂണഹത്യ തടയുക, പെൺകുട്ടികളെ സെൽഫ് റിലയന്റ് ആക്കുക, പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിലൂടെ സെൽഫ് റിലയന്റ് ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 2015 പാനിപ്പറ്റ് ഹരിയാനയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന സ്കീം. അതായത് 1000 ബോയ്സിന് 1000 ഗേൾസ് എന്ന് വേണ്ട സ്ഥലത്ത് 1000 ബോയ്സിന് 918 ഗേൾസ് മാത്രമേ ഉള്ളൂ എന്ന് സെൻസസ് വഴി നമുക്ക് മനസ്സിലായി 2011 സെൻസസ് പ്രകാരം. സോ പെൺകുട്ടികളുടെ എണ്ണം കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഫീമെയിൽ ഫീറ്റിസൈഡ് അല്ലെങ്കിൽ പെൺ ഭ്രൂണഹത്യയാണെന്ന് മനസ്സിലാക്കുകയും അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമായിരുന്നു ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത്. യൂണിയൻ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് ഇതിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ സെക്സ് സെലക്റ്റീവ് ആയിട്ടുള്ള അബോർഷൻ തടയുക, എഡ്യൂക്കേഷൻ വഴി പെൺകുട്ടികളെ സെൽഫ് റിലയന്റ് ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നെക്സ്റ്റ്, ഹർഘർ ലഖ്പതി. ഹർഘർ ലഖ്പതി എന്ന് പറയുന്ന ഹർഘർ ലഖ്പതി ആൻഡ് SBI പാട്രൺ എന്ന് പറയുന്ന ഡെപ്പോസിറ്റ് സ്കീമുകൾ കൊണ്ടുവന്നിട്ടുള്ളത് SBI ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. ഹർഘർ ലഖ്പതി എന്ന് പറയുന്നത് ഹർഘർ ലഖ്പതി എന്ന് പറഞ്ഞ പ്രീ കാൽക്കുലേറ്റഡ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീം, അതായത് കസ്റ്റമേഴ്സിന് അവരുടെ അക്കൗണ്ടുകളിൽ 1 ലക്ഷം രൂപ ആക്കാനുള്ള ഒരു സ്കീമാണ് ഹർഘർ ലഖ്പതി എന്ന് പറയുന്നത്. 12 മാസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ ആക്കാം. മിനിമം 10 year ഓഫ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 12 month ആണ്. ഓക്കെ, മാക്സിമം അതായത് മിനിമം 10 year 12 month, മാക്സിമം നമുക്ക് 10 വർഷം അതായത് 120 മാസമാണ് പറ്റുക. ഓക്കെ, SBI പാട്രൺസ് എന്ന് പറയുന്നത് ലൈക് സീനിയർ സിറ്റിസൺസിന് 80 വയസ്സ് ആൻഡ് അബവ് ആയിട്ടുള്ള സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് സ്കീമാണ് SBI പാട്രൺസ്. സോ ഹർഘർ ലഖ്പതി, അതായത് ഹർഘർ ലഖ്പതി എന്താ, റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ്, നമ്മൾ പൈസ ഇട്ടിട്ട് 1 ലക്ഷം രൂപയാക്കുന്ന അക്കൗണ്ട് ആണ് ഹർഘർ ലഖ്പതി. SBI പാട്രൺസ് 80 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കുള്ള ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് സ്കീമാണ്. നെക്സ്റ്റ്, ബോർഡർ ഗവാസ്കർ ട്രോഫി. ബോർഡർ ഗവാസ്കർ ട്രോഫി ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? ഓസ്ട്രേലിയക്കാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി ലഭിച്ചിരിക്കുന്നത്. സിഡ്നിയിൽ വെച്ച് ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തുകയും ഓസ്ട്രേലിയക്കാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി ലഭിച്ചിരിക്കുന്നത്. റെഡി? പ്ലെയർ ഓഫ് ദ സീരീസ് ജസ്പ്രീത് ബുംറയാണ്. പ്ലെയർ ഓഫ് ദ മാച്ച് സ്കോട്ട് ബോളന്റ് ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ കളിക്കുന്ന ഒരു ടെസ്റ്റ് ക്രിക്കറ്റ്, ഇന്റർനാഷണൽ ടെസ്റ്റ് ക്രിക്കറ്റ് ആണ് ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ICC വുമൻസ് ചാമ്പ്യൻസ് ട്രോഫി ലഭിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയക്കാണ്. ICC വുമൻസ് ചാമ്പ്യൻസ് ട്രോഫി കേട്ടോ, നമ്മുടെ OD വുമൻസ് വേൾഡ് കപ്പ് അല്ല. OD വുമൻസ് വേൾഡ് കപ്പ് ആർക്കാണ് ലഭിച്ചത്? വൺ ഡേ ഇന്റർനാഷണൽ വുമൻസ് വേൾഡ് കപ്പ് ആർക്കാണ് ലഭിച്ചത് എന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ICC വുമൻസ് ചാമ്പ്യൻസ് ട്രോഫി ലഭിച്ചത് ഓസ്ട്രേലിയക്കാണ് എന്നുള്ള കാര്യം ഓർക്കുക. സോ ഓസ്ട്രേലിയ ഹാവ് നൗ വൺ ഓൾ 3 editions ഓഫ് ചാമ്പ്യൻഷിപ്പ്. 2014 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ICC വുമൻസ് ചാമ്പ്യൻസ് ട്രോഫിന്റെ എല്ലാ എഡിഷനുകളിലെയും വിന്നേഴ്സ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ്, വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഹിസ്റ്ററിയിൽ ആദ്യമായി 2 പേർ എന്ത് ചെയ്തു? ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഷെയർ ചെയ്യുകയുണ്ടായി. ആരൊക്കെയാണ്? മാഗ്നസ് കാൾസൺ ആൻഡ് ഇയാൻ നെപ്പോംനിയാച്ചി. അപ്പൊ നോർവേ ആണ്. നോർവേയുടെ മാഗ്നസ് കാൾസണും ഇയാൻ നെപ്പോംനിയാച്ചി എന്ന് പറയുന്നത് റഷ്യയുടെ പ്ലെയർ ആണ്. സോ ഇവർ 2 പേരും ആദ്യമായിട്ട് എന്ത് ചെയ്തു? ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഷെയർ ചെയ്തു. ഇതുവരെ ഇങ്ങനെ ഷെയറിംഗ് ഉണ്ടായിട്ടില്ല. ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ ജന്നിക് സിന്നർ ആൻഡ് മാഡിസൺ കീസ് ആണ്. അതായത് ഓസ്ട്രേലിയൻ ഓപ്പണിൽ വുമൺ സിംഗിൾസ് വിന്നർ ആയിരിക്കുന്നത് മാഡിസൺ കീസ് ആണ്. മെൻ സിംഗിൾസ് വിന്നർ ആയിരിക്കുന്നത് ജന്നിക് സിന്നർ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. സോ മാഡിസൺ കീസ് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ വുമൺ സിംഗിൾസ് വിന്നർ. മെൻ സിംഗിൾസ് ആണ് ജന്നിക് സിന്നർ. റെഡി? ഇനി അണ്ടർ 17 അൻഹത് സിംഗ് ക്ലിഞ്ചസ് അണ്ടർ 17, അതായത് ബ്രിട്ടീഷ് സ്ക്വാഷ് ജൂനിയർ ഓപ്പണിൽ അൻഹത് സിംഗിനാണ് എന്ത് ലഭിച്ചിട്ടുണ്ടായിരിക്കുന്നത്? അണ്ടർ 17 ഗേൾ സിംഗിൾ ടൈറ്റിൽ ഇൻ ബ്രിട്ടീഷ് ജൂനിയർ ഓപ്പൺ ലഭിച്ചിരിക്കുന്നത് അണ്ടർ 17 കാറ്റഗറിയിൽ അൻഹത് സിംഗിനാണ്. നെക്സ്റ്റ്,
വുമൺസ് ഹോക്കി ഇന്ത്യ ലീഗില് JSW സൂർമ ഹോക്കി ക്ലബിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒഡീഷ വാരിയേഴ്സ് ആണ് വിന്നർ ആയിരിക്കുന്നത്. അപ്പൊ JSW സൂർമ ഹോക്കി ക്ലബിനെ ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒഡീഷ വാരിയേഴ്സ് ആണ് വുമൺസ് ഹോക്കി ഇന്ത്യ ലീഗിൽ വിന്നർ ആയിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ് അഞ്ജു രതി റാണ. അപ്പോൾ ഫസ്റ്റ് വുമൺ ലോ സെക്രട്ടറിയായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതാണ് അഞ്ജു രതി റാണ. ഫസ്റ്റ് വുമൺ ലോ സെക്രട്ടറിയാണ് അഞ്ജു രതി റാണ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ് ആനുവൽ ഗ്രാമി അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയാണ്, നമ്മുടെ അക്കാദമി അവാർഡ്സ് അല്ലെങ്കിൽ ഓസ്കാർ അവാർഡിനെ പറ്റിയിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓസ്കാർ ഉണ്ട്, അതിൽ തന്നെ നൊബേൽ ഉണ്ട്, പിന്നെ വേറൊരു വീഡിയോ ആണ് പത്മ. ഇപ്പൊ ഓസ്കാറിന് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നൊബേലിന് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പത്മയ്ക്ക് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇതൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കണ്ടു നോക്കുക. ഓക്കെ. അതുപോലെ റാങ്ക്സ് ആൻഡ് ഇൻഡെക്സിന് ഒരു വീഡിയോ കിടപ്പുണ്ട്, റാങ്ക്സ് ആൻഡ് ഇൻഡെക്സിന് ഒരു സെപ്പറേറ്റ് വീഡിയോ കിടപ്പുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കുകളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണ്. നെക്സ്റ്റ് 67ാമത് ആനുവൽ ഗ്രാമി അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ആലോചിക്കുക. സോ ഇതില് സെക്കൻഡേ ഇവിടെ പോയി ഈ ഗ്രാമി അവാർഡ്സിൽ ആൽബം ഓഫ് ദ ഇയർ ഏതായിരുന്നു? കൗബോയ് കാർട്ടർ, ബിയോൺസിന്റെ കൗബോയ് കാർട്ടർ ആയിരുന്നു. സോങ് ഓഫ് ദ ഇയർ നോട്ട് ലൈക്ക് അസ്, കെൻഡ്രിക് ലാമർ. റെക്കോർഡ് ഓഫ് ദ ഇയറും നോട്ട് ലൈക്ക് അസ്, കെൻഡ്രിക് ലാമർ ആണ്. ന്യൂ ഏജ് ആംബിയൻ ഓർ ചാൻഡ് ആൽബം കാറ്റഗറിയിൽ ത്രിവേണി, ചന്ദ്രിക ടാൻഡന്റെ ത്രിവേണിക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. റെഡി? ഗ്രാമി അവാർഡ്സിൽ നെക്സ്റ്റ് നമ്മുടെ വിനോദ് കുമാർ ശുക്ല 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിലുള്ള കോൺട്രിബ്യൂഷൻ ആണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. സോ ഹിന്ദി ലിറ്ററേച്ചറിലേക്കുള്ള കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം വിനോദ് കുമാർ ശുക്ലയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഛത്തീസ്ഗറിൽ നിന്ന് ഹിന്ദി ലാംഗ്വേജിലുള്ള കോൺട്രിബ്യൂഷൻ ആണ് ഈ അവാർഡ് ലഭിച്ചത്. ഛത്തീസ്ഗറിൽ നിന്നും ജ്ഞാനപീഠം ലഭിക്കുന്ന ആദ്യത്തെ എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്നത്. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ജഗദ്ഗുരു സ്വാമി രാമഭദ്രാചാര്യ ആൻഡ് ഗുൽസാർ. ജഗദ്ഗുരു സ്വാമി രാമഭദ്രാചാര്യക്ക് സാൻസ്ക്രിറ്റിലുള്ള കോൺട്രിബ്യൂഷനും ഗുൽസാറിന് ഏത് ലാംഗ്വേജിലാണ്? ഉറുദു ലാംഗ്വേജിലുള്ള കോൺട്രിബ്യൂഷനുമാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് 26ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആരാണ്? ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് 26ാമത് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആളാണ് ഗ്യാനേഷ് കുമാർ എന്നുള്ള കാര്യം ആലോചിക്കുക. ഗ്യാനേഷ് കുമാർ. അതായത് ഇലക്ഷന്റെ പാട്ടുകൾ ഉണ്ടല്ലോ, ഇപ്പൊ നമുക്ക് ലോകയിലെ പാട്ടൊക്കെ ലൈക്ക് പാരഡി കേൾക്കാം അല്ലെ. അപ്പൊ അതേപോലെയുള്ള പാട്ടുകൾ, ഗ്യാനങ്ങൾ ഇലക്ഷന്റെ സമയത്ത് വരാറുണ്ട് അല്ലെ. ദാറ്റ് ഈസ് ഗ്യാനേഷ് കുമാർ. ഇലക്ഷൻ കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ. നെക്സ്റ്റ് സംഗീത കലാനിധി അവാർഡ്. ഇപ്രാവശ്യത്തെ സംഗീത കലാനിധി അവാർഡ് ആർക്കാണ് ലഭിച്ചത്? RK ശ്രീറാം കുമാറിനാണ്. നൃത്യ കലാനിധി ആർക്കാണ് ലഭിച്ചത്? ഊർമിള സത്യനാരായണയ്ക്കാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അവാർഡുകൾ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ സംഗീത കലാനിധി RK ശ്രീറാം കുമാർ, നൃത്യ കലാനിധി ആർക്കാണ്? ഊർമിള സത്യനാരായണ. റെഡിയാണല്ലോ. നെക്സ്റ്റ് മഹാരാഷ്ട്ര ഗവൺമെന്റ് സ്കൾപ്ചർ ആയിട്ടുള്ള രാം സുതാർ. മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? സ്കൾപ്ചർ ആയിട്ടുള്ള, അതായത് നമ്മളെ സ്കൾപ്ചറിലെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രാം സുതാറിനാണ്. നമ്മുടെ രാം സുതാർ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലെ. പിന്നെ ലച്ചിത് ബർഫുക്കന്റെ പ്രതിമ ആസാമിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടിൽ സ്റ്റാച്യു ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ രാം സുതാറിനാണ് മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ്
ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. 108 feet tall statue in കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് രാം സുതാർ ഉണ്ടാക്കിയതാണ്. 1999 പത്മശ്രീയും 2016 പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ട്. സോ ഇദ്ദേഹത്തിനാണ് മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡായിട്ടുള്ള മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 25 ലക്ഷം രൂപയും മൊമെന്റവുമാണ് സമ്മാനം. നെക്സ്റ്റ്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് 2025. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് 2025 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് വിൻ ചെയ്തിരിക്കുന്നത്. RBIയുടെ 2 ഇനീഷ്യേറ്റീവ് ആയിരുന്നു പ്രവാഹ് ആൻഡ് സാരഥി എന്ന് പറയുന്നത്. പ്രവാഹ് പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് പല സാധനങ്ങളും പല ഓർഗനൈസേഷൻസും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, RBI ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ RBIന്റെ അപ്രൂവൽ വേണം അല്ലെ. അപ്പൊ നമ്മൾ കുറേ റെഗുലേറ്ററി അപ്രൂവൽസിന് വേണ്ടി RBIയിൽ ഇങ്ങനെ കൊടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ഒന്നും യാതൊരു അപ്ഡേറ്റും നമുക്ക് അറിയാനും സാധിക്കില്ല. സോ RBIയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള അപ്ഡേറ്റുകളും അറിയുന്നതിനും നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി റെഗുലേറ്ററി അപ്രൂവൽസ് കുറച്ചും കൂടിയും ഈസി ആക്കുന്നതിന് ഫ്ലോയില് നടക്കുക. പ്രവാഹ് എന്ന് പറഞ്ഞാൽ ഫ്ലോ അല്ലേ, ഇങ്ങനെ ഫ്ലോയില് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവാഹ് പോർട്ടൽ. സാരഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ വർക്ക് ഫ്ലോ, അതായത് RBIയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മെയിൻലി RBIന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളുടെ വർക്ക് ഫ്ലോ ഒന്ന് ഈസി ആക്കുന്നതിനാണ് സാരഥി. അപ്പൊ പ്രവാഹ് ആൻഡ് സാരഥി പോർട്ടലുകൾക്ക് വേണ്ടി ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് എന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ്, ഹർഗേത് സ്വസ്ഥ് ഗേത്. ഹർഗേത് സ്വസ്ഥ് ഗേത് എന്ന് പറയുന്നത് ഹരിയാന ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണ്. സോ സോയിലിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഹർഗേത് സ്വസ്ഥ് ഗേത് എന്ന് പറയുന്നത് ഹരിയാന ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ജയശ്രീ വെങ്കടേശൻ, അതായത് റാംസർ അവാർഡ് ഫോർ വെറ്റ്ലൻഡ് വൈസ് യൂസ്. തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തിന് തണ്ണീർത്തടങ്ങളുടെ വൈസ് യൂസ് അല്ലെ. അപ്പൊ റാംസർ അവാർഡ് ഫോർ വെറ്റ്ലൻഡ് വൈസ് യൂസ് ലഭിച്ചിട്ടുള്ളത് ജയശ്രീ വെങ്കടേശൻ ആണ്. അപ്പൊ റാംസർ അവാർഡ് ഫോർ വെറ്റ്ലൻഡ് വൈസ് യൂസ് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ആണ് ജയശ്രീ വെങ്കടേശൻ. അപ്പൊ കെയർ എർത്ത് ട്രസ്റ്റ് എന്ന് പറയുന്ന തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷന്റെ ഒരു co-founder ആണ് ജയശ്രീ വെങ്കടേശൻ എന്ന് പറയുന്നത്. സോ റാംസർ അവാർഡ് ഫോർ വെറ്റ്ലൻഡ് വൈസ് യൂസ് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ആണ് ജയശ്രീ വെങ്കടേശൻ. അവർ എന്തിന്റെ ഭാഗമാണ്, എന്തിന്റെ co-founder ആണ്? കെയർ എർത്ത് ട്രസ്റ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ co-founder ആണ്. നെക്സ്റ്റ്, ഹൈഡ്രോളജിസ്റ്റ് ആയിട്ടുള്ള ഗ്ലണ്ടർ ബ്ലോച്ചലിനാണ് 2025 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. ശരിക്കും വേൾഡ്സ് മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വാട്ടർ അവാർഡാണ് ഈ ഒരു നമ്മുടെ വേൾഡ് വാട്ടർ പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇത് ലഭിച്ചിട്ടുള്ളത് ഗണ്ട ബ്ലോച്ചൽ ഹൈഡ്രോളജിസ്റ്റ് ആയിട്ടുള്ള ഗണ്ട ബ്ലോച്ചൽ. നെക്സ്റ്റ്, ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അവാർഡ് IFA 25th എഡിഷൻ മാർച്ച് മാസം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് സന്തോഷ് ആക്ടർ സഹാന ഗോസ്വാമി വിൻ ബിഗ് അറ്റ് ഏഷ്യൻ ഫിലിം അവാർഡ്. സോ ഇഫയിൽ നമുക്ക് ആദ്യം നോക്കാം, IFA അവാർഡ്സ് നമുക്ക് ആദ്യം നോക്കാം അല്ലെ. അപ്പൊ IFA അവാർഡ്സിൽ ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡ് IFA അവാർഡ്സിൽ മെയിൻ ആയിട്ടുള്ള ബെസ്റ്റ് പിക്ചർ ലഭിച്ചത് ലാപ്പത്ത ലേഡീസ് ആണ്. ബെസ്റ്റ് ഡയറക്ടർ കിരൺ റാവു, ലാപ്പത്ത ലേഡീസ്. ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ലീഡിംഗ് റോൾ നിതാൻഷി ഗോയൽ, ലാപ്പത്ത ലേഡീസിലുള്ള ആക്ട്രസ് നിതാൻഷി ഗോയൽ ആണ്. ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ലീഡിംഗ് റോൾ കാർത്തിക് ആര്യൻ, ഭൂൽ ഭുലിയ 3. ഓക്കെ, ഇനി ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന് ഏഷ്യൻ ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ഫിലിം അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ കാൻ ഫിലിം അവാർഡിലെ ഗ്രാൻഡ് പ്രിക്സ് അവാർഡും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആർക്ക്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന് അല്ലെ. ഏഷ്യൻ ഫിലിം അവാർഡിൽ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ലഭിച്ചത് ഷഹാന ഗോസ്വാമിക്കാണ്. സന്തോഷ് എന്ന് പറയുന്ന റോളിനാണ് ഷഹാന ഗോസ്വാമിക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഏഷ്യൻ ഫിലിം അവാർഡ്സിലാണ് കേട്ടോ. IIFA നമ്മുടെ ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡ്സ് ആണ് IFA എന്ന് പറയുന്നത്. നെക്സ്റ്റ്,
നമുക്കറിയാം നൊബേൽ പ്രൈസ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. മാത്സിൽ നൊബേൽ കൊടുക്കുന്നില്ല അല്ലെ. അപ്പൊ മാത്സിലെ ഒരു ഹയസ്റ്റ് അവാർഡാണ് അബേൽ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ 2025 അബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? മസാക്കി കാഷുവാര. അപ്പൊ മാത്സ് നല്ലോണം മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് എക്സാംസ് കിട്ടും അല്ലെ, നമുക്ക് ജോലി കിട്ടും. അപ്പൊ നമുക്ക് ക്യാഷ് വാരാം എന്നാലോചിക്കാം. മസാക്കി കാഷുവാര. അപ്പൊ 2025 അബേൽ പ്രൈസ് ലഭിച്ചത് മസാക്കി കാഷുവാരയ്ക്കാണ്. നെക്സ്റ്റ് വാട്സാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള വാട്സാപ്പ് ബേസ്ഡ് മനമിത്ര to offer 161 government services in Andhra Pradesh. So ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ആണ് ആദ്യമായി വാട്സ്ആപ്പ് ത്രൂ ഗവർണൻസ് അല്ലെങ്കിൽ ഭരണം സ്റ്റാർട്ട് ചെയ്തുള്ള മനനമിത്ര എന്നാണ് ഇതിന്റെ പേര്. സോ വാട്സ്ആപ്പ് ത്രൂ ഗവർണൻസ് അല്ലെങ്കിൽ ഭരണം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ് ആണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. 161 ഗവൺമെന്റ് സർവീസുകളാണ് മനനമിത്ര എന്ന് പറയുന്ന വാട്സ്ആപ്പ് ഗവർണൻസ് വഴി നമുക്ക് ലഭിക്കുന്നത്. സോ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കേരള ടു ലോഞ്ച് ഫസ്റ്റ് പ്രോജക്ട് ഓൺ കളക്ഷൻ ഡിസ്പോസൽ ഓഫ് എക്സ്പയർഡ് മെഡിസിൻ. സോ എക്സ്പയർ ആയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് കുറേ ഉണ്ടായിരിക്കും അല്ലേ. സോ ഇത് ഡിസ്പോസ് ചെയ്യുക, പുറത്ത് വലിച്ചെറിയാന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. സോ അപ്പോൾ അത് നമ്മുടെ ഹെൽത്തിനും പ്രകൃതിക്കും ഒക്കെ മോശം ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ. സോ ഈ യൂസ്ഡ് ആയിട്ടുള്ള ലൈക്ക് അൺയൂസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസും എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഇതൊക്കെ നമ്മുടെ വീടുകളിലും നമ്മുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ ഉള്ള ഈ ഒരു ലൈക്ക് ഈ നമ്മുടെ അൺയൂസ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സിന്റെ ഡിസ്പോസലിന് വേണ്ടിയിട്ടാണ് പ്രൗഡ് കേരള ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്. ഭാരത് ക്യാൻസർ ജീനോം അറ്റ്ലസ് IIT മദ്രാസ് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഭാരത് ക്യാൻസർ ജീനോം അറ്റ്ലസ്, അതായത് ബ്രസ്റ്റ് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ജീനോമിക് ഡാറ്റാസ് കളക്ട് ചെയ്യാനും ഈ കുറെ അധികം ജീനോമിക് ഡാറ്റാസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനനുസരിച്ചുള്ള മരുന്ന് കണ്ടുപിടിക്കാനും വേരിയസ് റിസർച്ചിനും നമുക്ക് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ അടുത്ത് ഭയങ്കര കുറവായിരുന്നു ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ജീനോമിക് ഡാറ്റ. സോ IIT മദ്രാസ് ആണ് ഭാരത് ക്യാൻസർ ജീനോം അറ്റ്ലസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് PM വികാസ് സ്കീം. പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ അഥവാ PM വികാസ് സ്കീം. മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ആണ് PM വികാസ് സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ലൈക്ക് സീഖോ ഓർ കാമോ, നെയ് മൻസിൽ, നെയ് റോഷ്നി, ഹമാരി ധരോഹർ, ഉസ്താദ്, ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള സ്കീമാണ്. അതായത് ലൈക്ക് upliftment of minority community through skill development, entrepreneurship for minority women and education support. അതായത് ഒന്നുമില്ല, മൈനോറിറ്റി കമ്മ്യൂണിറ്റിന്റെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിന്റെ വികസനമാണ് ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. PM വികാസ് സ്കീം. അതായത് സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ വീണ്ടും അവരെ സ്കൂളിലേക്ക് അയക്കുക, അല്ലെങ്കിൽ മൈനോറിറ്റി വുമൻസിന് ലീഡർഷിപ്പ് ക്വാളിറ്റി ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക, സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി ബ്രിക്സ് യൂത്ത് ഓൺട്രപ്രണർഷിപ്പ് മീറ്റ് മാർച്ച് മാസം നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയാണ് ഇത് ഹോസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യം ആലോചിക്കാം. യൂത്ത് ഓൺട്രപ്രണർഷിപ്പ് ഫോർ സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്നുള്ളതാണ് തീം വരുന്നത്. സോ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സമിറ്റ് ആണ് വേവ്സ് സമിറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയാണ് വേവ്സ് സമിറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് PM കിസാൻ സ്കീമിന്റെ 19th ഇൻസ്റ്റാൾമെന്റ് ഈ വർഷമാണ് റിലീസ് ചെയ്തത്. സോ വാട്ട് ഇസ് PM കിസാൻ സ്കീം? അതായത് നമ്മുടെ കർഷകർക്ക് 6000 രൂപ 3 ഇൻസ്റ്റാൾമെന്റുകളായിട്ട് 2000 രൂപയുടെ 3 ഇൻസ്റ്റാൾമെന്റുകളായി കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ഗവൺമെന്റ് അക്കൗണ്ടിൽ നിന്നും ഡയറക്റ്റ് കർഷകരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്കീമായിരുന്നു PM കിസാൻ സമ്മാൻ നിധി അല്ലെങ്കിൽ PM കിസാൻ സ്കീം എന്ന് പറയുന്നത്. ഇനി കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് കർഷകർക്ക് ക്രെഡിറ്റ് കാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നു അല്ലെ. സോ ഇതെല്ലാം സ്കീമുകളെല്ലാം വരുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന്റെ അണ്ടറിലുമാണ്. നെക്സ്റ്റ് RBI
launches Financial Literacy Week 2025 to focus on women's prosperity. അപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസി വുമൻസ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്ന തീമിൽ ഫിനാൻഷ്യൽ ലിറ്ററസി വീക്ക് ലോഞ്ച് ചെയ്തത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ്, വേൾഡ് ഗവൺമെന്റ് സമിറ്റ് നടന്നത് എവിടെയാണ്? ദുബായിലാണ് വേൾഡ് ഗവൺമെന്റ് സമിറ്റ് നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇമാജിൻ എ വേൾഡ് വിത്ത് മോർ വുമൺ ഇൻ സയൻസ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തത് ആരാണ്? യുനെസ്കോ. അപ്പോ ഇമാജിൻ എ വേൾഡ് വിത്ത് മോർ വുമൺ ഇൻ സയൻസ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തത് യുനെസ്കോ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. കൂടുതൽ സ്ത്രീകളെ സയൻസിലേക്ക് ആകർഷിക്കുക, സയന്റിഫിക് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യിക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അണ്ടർ-19 വുമൻസ് T20 വേൾഡ് കപ്പ് ഫസ്റ്റ് തവണ 2023 ഫസ്റ്റ് എഡിഷൻ ഉണ്ടായിരുന്നത്, 2025 സെക്കൻഡ് എഡിഷൻ ഉണ്ടായിരുന്നത്. സോ 2 എഡിഷനുകളിലും ആരാണ് വിന്നർ? ഇന്ത്യയാണ് വിന്നർ എന്നുള്ള കാര്യം ആലോചിക്കുക. 2025 എഡിഷനിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് എന്ന് പറയുന്നത് ഗംഗാദി തൃഷയാണ്. ഗംഗാദി തൃഷ. ഇനി മെൻസ് ഹോക്കി ഇന്ത്യ ലീഗ്. മെൻസ് ഹോക്കി ഇന്ത്യ ലീഗില് ഷാച്ചിറ ബംഗാൾ ആണ് വിന്നർ ആയിരിക്കുന്നത്. ഹൈദരാബാദ് തൂഫൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മെൻസ് ഹോക്കി ഇന്ത്യ ലീഗ് 2024-25 റൂർക്കേല ഒഡീഷയിലാണ് മെൻസ് ഹോക്കി ഇന്ത്യ ലീഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഹൈദരാബാദ് തൂഫൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഷാച്ചിറ ബംഗാൾ ആണ് വിന്നർ ആയിരിക്കുന്നത്. ഓക്കെ, വുമൻസ് ഹോക്കി ഇന്ത്യ ലീഗ് നമ്മൾ ഓൾറെഡി ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു എന്ന് തോന്നുന്നു. വുമൻസ് ഹോക്കി ഇന്ത്യ ലീഗിൽ ഒഡീഷ ഫസ്റ്റ് എഡിഷൻ ഓഫ് വുമൻസ് ഹോക്കി ഇന്ത്യ ലീഗ് ഈ വർഷമാണ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ ഒഡീഷ വാരിയേഴ്സ് ആണ് വിന്നർ ആയിരിക്കുന്നത്. ഇനി BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ആരെയാണ്? മനു ഭാക്കർ. ടൈംസ് വുമൺ ഓഫ് ദി ഇയർ ആരാണ്? പൂർണിമ ദേവി വർമ്മൻ കേട്ടോ, പൂർണിമ ദേവി വർമ്മൻ. സ്പോർട്സ് സ്റ്റാർ റേസസ് അവാർഡ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ. സ്പോർട്സ് സ്റ്റാർ റേസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി BCCI ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് കൗൺസിൽ ഇൻ ഇന്ത്യ BCCI നൽകുന്ന CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? സച്ചിൻ ടെണ്ടുൽക്കറിനാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2025 ജർമ്മൻ വാച്ച് റിലീസ് ചെയ്യുന്ന ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ റാങ്ക് വരുന്നത് 6th ആണ്. ഡൊമിനിക്ക, ചൈന, ഹോൺഡ്രാസ്, മ്യാൻമാർ, ഇറ്റലി ഇതിന് ശേഷമാണ് ഇന്ത്യന്റെ പൊസിഷൻ വരുന്നത്. സോ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ ഇന്ത്യന്റെ പൊസിഷൻ വരുന്നത് 6th ആണ്. അതായത് എത്രത്തോളം എക്സ്ട്രീം ക്ലൈമറ്റ് ഇവന്റുകൾ ഇന്ത്യയിൽ എഫക്റ്റഡ് ആവുന്നുണ്ട് എന്നാണ് നോക്കുന്നത്. സോ ഏകദേശം 400ഓളം ക്ലൈമറ്റ് ഇവന്റുകൾ ഇന്ത്യയിൽ എഫക്റ്റഡ് ആവുന്നുണ്ട്, ഇന്ത്യയിലെ കാലാവസ്ഥയെ ബാധിക്കുന്നുണ്ട്. സോ നമ്മുടെ പൊസിഷൻ വരുന്നത് 6th ആണ്. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ നമ്മുടെ പൊസിഷൻ വരുന്നത് 96 ആണ്. ഓക്കെ, അപ്പൊ ശരിക്കും നമ്മുടെ പൊസിഷൻ 93 ആയിരുന്നു. 3 പൊസിഷൻസ് ബാക്കോട്ട് പോയിട്ടാണ് ഇപ്പോൾ 93 ആയിരിക്കുന്നത്. 180 കൺട്രീസിനെ റാങ്ക് ചെയ്തപ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ 96 ആണെന്നുള്ള കാര്യം ആലോചിക്കാം. ഇനി യശോദ AI, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും സൈബർ സെക്യൂരിറ്റിനെ കുറിച്ചും സ്ത്രീകളിൽ അവബോധം ഉണ്ടാക്കാനായിട്ട് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ലോഞ്ച് ചെയ്തിട്ടുള്ള നാഷണൽ കമ്മീഷൻ ഫോർ വുമണും ഫ്യൂച്ചർ ഷിഫ്റ്റ് ലാബും കൂടി സ്ത്രീകളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും സൈബർ സെക്യൂരിറ്റി ആൻഡ് ഡിജിറ്റൽ സേഫ്റ്റിയിൽ എംപവർ ചെയ്യിക്കുന്നതിനായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇനീഷ്യേഷനാണ് യശോദ AI യുവർ AI സഖി ടു യശോദ AI യുവർ AI സഖി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നീരജ് ചോപ്ര ബ്രേക്ക് 90M മാർക്ക് ആൻഡ് ഫിനിഷ് സെക്കൻഡ് ദോഹ ഡയമണ്ട് ലീഗ്. അപ്പൊ സെക്കൻഡ് ദോഹ ഡയമണ്ട് ലീഗിൽ വിന്നർ ആയിരിക്കുന്ന ആരാണ്? നീരജ് ചോപ്ര. അതായത് നീരജ് ചോപ്ര സെക്കൻഡ് പൊസിഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് അതായത് നമ്മുടെ ദോഹ ഡയമണ്ട് ലീഗിൽ സെക്കൻഡ് പൊസിഷൻ ആണ് നീരജ് ചോപ്രയ്ക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ജൂലിയൻ വെബറിനാണ്. ഞാൻ ആദ്യം പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ടായിരുന്നു, ജൂലിയൻ വെബറിനാണ് ഫസ്റ്റ്. ഇനി അഗ്നിവീർസിന് വേരിയസ് പോലീസ് സർവീസുകൾ ഡിഫറെന്റ് പോലീസ് സർവീസുകളിൽ 20% റിസർവേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ്,
government to launch Navya, a joint pilot initiative for skilling for adolescent girls under Viksit Bharat 2047. So Viksit Bharat 2047 വിഷന്റെ ഭാഗമായിട്ട് ലൈക്ക് 16 to 18 വയസ്സിന്റെ ഇടയിലുള്ള കുട്ടികളെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. So, nurturing aspiration through vocational training for young adolescent girls എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻ സോൻഭദ്ര, ഉത്തർപ്രദേശ്. സോ ഇതിൽ പ്രധാനമായിട്ടും അഡോളസെന്റ് ഗേൾസിന്റെ 16 മുതൽ 18 വയസ്സുള്ള പെൺകുട്ടികളുടെ ലൈക്ക് അവരുടെ എഡ്യൂക്കേഷൻ എംപവർ ചെയ്യുക, വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുക, ലൈക്ക് നോൺ ട്രഡീഷണൽ ആൻഡ് ജോബ് റോൾസ് കൊടുക്കുക, അവർക്ക് എക്കണോമിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അതായത് അഡോളസെന്റ് ഗേൾസിന്റെ എംപവർമെന്റ് ആണ് നവ്യ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, മുഖ്യമന്ത്രി ജീവൻ അനുപ്രേരണ സ്കീം എന്ന് പറയുന്നത് ആസാമിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമാണ്. അതായത് ആസാം ബേസ് ചെയ്ത് റിസർച്ചുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന സ്കീമാണ് മുഖ്യമന്ത്രി ജീവൻ അനുപ്രേരണ സ്കീം എന്ന് പറയുന്നത്. ഇതിൽ ഫുൾ ടൈം റിസർച്ച് ചെയ്യുന്ന നോർമൽ സ്റ്റുഡൻസിന് 25,000 രൂപയുടെ സ്കോളർഷിപ്പും, ഇനി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള റിസർച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് 40,000 രൂപയുടെ സ്കോളർഷിപ്പുമാണ് കൊടുക്കുന്നത്. അതായത് ഇവരുടെ PhD പഠനം പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിലും പൈസയ്ക്ക് പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പാണ് ഇത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് മിലിറ്ററി എക്സസൈസുകൾ നോക്കാം. അതായത് ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള എക്സസൈസ് ആണ് എക്സസൈസ് സൈക്ലോൺ. ഇന്ത്യയും ഈജിപ്തും തമ്മിൽ രാജസ്ഥാനിൽ നടത്തിയിട്ടുള്ള എക്സസൈസ് ആണ് എക്സസൈസ് സൈക്ലോൺ. അപ്പൊ മമ്മി അല്ലേ നമുക്ക് ഈജിപ്ത് എന്ന് പറയുമ്പോൾ ഓർമ്മ വരാം. സോ ചുറ്റും അവിടെ ഭയങ്കര കാറ്റ് വീശുന്നത് നമ്മൾ ഇമാജിൻ ചെയ്യുക. ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ളതാണ് സൈക്ലോൺ. ധർമ്മ ഗാർഡിയൻ എന്ന് പറയുന്നത് ഇന്ത്യയും ജപ്പാനും തമ്മിൽ ജപ്പാനിൽ നടന്നിട്ടുള്ള എക്സസൈസ് ആണ് ധർമ്മ ഗാർഡിയൻ. നെക്സ്റ്റ്, എക്സസൈസ് ഖഞ്ചാർ. ഖഞ്ചാറിന്റെ 12th എഡിഷൻ ആണ്. ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള എക്സസൈസ് ആണ് എക്സസൈസ് ഖഞ്ചാർ എന്ന് പറയുന്നത്. ഈ എഡിഷൻ കിർഗിസ്ഥാനിലാണ് നടന്നത്. അപ്പൊ കഞ്ചാവ് അടിച്ചാൽ, ഖഞ്ചാർ എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ് എന്നാണ് നമുക്ക് ഓർമ്മ വരും അല്ലെ. സോ കഞ്ചാവ് അടിച്ചാൽ കിറങ്ങിയിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. കഞ്ചാവ് അടിച്ചാൽ കിറങ്ങിയിരിക്കും എന്ന് ആലോചിച്ചാൽ, ദാറ്റ് ഈസ് ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ളതാണ് ഖഞ്ചാർ. ഡസ്റ്റ്ലിക്, ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള എക്സസൈസ് ആണ് ഡസ്റ്റ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യയിലാണ്, പൂനെയിലാണ് എക്സസൈസ് നടന്നത്, ഇന്ത്യയിലാണ്. അതായത് ഉസ്ബെക്കിസ്ഥാൻ അല്ലേ, ബേക്ക് അപ്പൊ ബേക്ക് ചെയ്ത കേക്കിന്റെ ഡസ്റ്റ്, കുഞ്ഞു കുഞ്ഞു പൊടി കേക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ എന്താ ചെയ്യാ, നമ്മൾ ചുമ്മാ കളയോ ഇല്ല, ഡസ്റ്റ് നമ്മൾ ാണ് ചെയ്യുക അല്ലെ, ഡസ്റ്റ് ലിക്ക്. സോ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള എക്സസൈസ് ആണ് എക്സസൈസ് ഡസ്റ്റ് ലിക്ക്. നെക്സ്റ്റ് എക്സസൈസ് ആണ് എക്സസൈസ് നോമാഡിക് എലിഫന്റ്. സോ ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള എക്സസൈസ് ആണ് എക്സസൈസ് നോമാഡിക് എലിഫന്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഉലൻബത്താർ മംഗോളിയയിലാണ് ഈ എക്സസൈസ് നടന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് എക്സസൈസ് ആണ് എക്സസൈസ് ശക്തി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള എക്സസൈസ് ആണ് എക്സസൈസ് ശക്തി എന്ന് പറയുന്നത്. ഇത് നടന്നിട്ടുണ്ടായിരുന്നത് ഫ്രാൻസിലാണ് ഇപ്രാവശ്യം. സോ ഇന്ത്യ ഫ്രാൻസ് ശക്തി. നമ്മുടെ ഫ്രാൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ശക്തിയാണ് എന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബാക്കി കാര്യങ്ങൾ നമുക്കിനി അടുത്ത നമ്മുടെ മാരത്തോണിൽ ഡിസ്കസ് ചെയ്യാം. അതുകൂടാതെ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ കാര്യം ഓർത്ത് വെക്കുക, നമ്മുടെ ബാച്ചിന്റെ കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ വെനസ്ഡേ ആണ് നമ്മുടെ മാരത്തോൺ വരുന്നത്. സോ എല്ലാവരും ജോയിൻ ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരടുത്തും വീഡിയോ കണ്ടു നോക്കാനായിട്ട് പറയാം. കൂടുതൽ കാര്യങ്ങൾ എൻ്റെ ഗ്രൂപ്പിലും അവൈലബിൾ ആണ്, അതും നോക്കാം കേട്ടോ. സോ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ, സീ യു.